ഇന്നേറെ ചർച്ചയായ ഒരു വിഷയമാണ് കോഴിക്കോട് ദീപക് എന്ന് പറയുന്ന 37കാരൻ ആത്മഹത്യ ചെയ്ത വിഷയം. ഇത് രണ്ടു പക്ഷത്തായി ചർച്ച, എല്ലാ വിഷയത്തിലും ഒരു രണ്ടു പക്ഷത്ത് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതില് മറിച്ച് ആ യുവാവിനെ ആരും അങ്ങനെ വ്യാപകമായി കുറ്റം പറയുന്നില്ല. പകരം അതിന് കാരണക്കാരിയായ ആ യുവതിയാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. അവരൊരു പബ്ലിക് പ്രൊഫൈലായിരുന്നു, റീൽസ് ഒക്കെ ഇട്ട് അത്യാവശ്യം കയ്യടി നേടുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നോക്കുമ്പോൾ അവര് പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം അമ്മാതിരി തെറിയായിരിക്കും അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരു 4.7 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ കാര്യമില്ല. അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ തന്നെ, അതായത് 2 ദിവസം മുന്നെയാണ് അവർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം വീണ്ടും അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേറൊരു വീഡിയോയും ചെയ്തിരുന്നു. സൗപർണിക ഈ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. സൗപർണികയുടെ അഭിപ്രായം പറയും എന്തായിരുന്നു? അല്ല, ഇപ്പൊ നിരന്തരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുന്നുണ്ടല്ലോ. ബസ്സിലും ട്രെയിനിലും ഒപ്പം ഇരിക്കുന്ന പുരുഷന്മാർ മോശമായി പെരുമാറുന്നു എന്ന തരത്തിലുള്ള വീഡിയോകൾ നിരന്തരം വരുന്നുണ്ട്. സാധാരണഗതിയിൽ പലരും പോപ്പുലർ ആകാൻ വേണ്ടിയിട്ട് പോലും, അല്ലെങ്കിൽ കുറച്ച് റീച്ച് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പോൾ പെൺകുട്ടികൾ ബസ്സിൽ കയറും. പക്ഷെ ബസ്സിലും ട്രെയിനിലും കയറുമ്പോൾ ഇത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടാകാറില്ല എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ബസ്സിലും ട്രെയിനിലും കയറുമ്പോൾ നിരന്തരം പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ട്, സ്ത്രീകളുടെ അടുത്തിരിക്കുമ്പോൾ പുരുഷന്മാർ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരിങ്ങനെ വിരിഞ്ഞേ ഇരിക്കുള്ളൂ. ഈ ആണുങ്ങൾക്ക് എന്താ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് ഒതുങ്ങിയിരുന്നൂടെ അടുത്ത് വേറൊരാൾ ഇരിക്കുമ്പോൾ? അപ്പൊ ആ സ്ത്രീകൾ എന്തെങ്കിലും ഒതുങ്ങിയിരിക്കാൻ പറയണം, അല്ലെങ്കിൽ എണീറ്റ് മാറിപ്പോകും. കാരണം ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അല്ല ചേച്ചി, ഞാൻ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. കാര്യം നമുക്കൊരു മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ നമ്മളത് അവിടെ വെച്ച് പറഞ്ഞു തീർക്കുക. പിന്നീട് അത് എന്ന് വെച്ചാൽ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ മോശമായിട്ട് ആൾ പെരുമാറിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മോശമായിട്ട് എന്നോട് ഒരാൾ പെരുമാറുമ്പോൾ അവരുടെ വീട്ടിലുള്ളവർ നമ്മൾ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ കാണും എന്നൊരു അഭിപ്രായമാണ്. അല്ലെങ്കിൽ അത്ര ഗുരുതരമായിട്ടുള്ള തലത്തിൽ എന്തെങ്കിലും ആണ് പെരുമാറുന്നതെങ്കിൽ കൂടി നമുക്കത് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരുപാട് സ്ത്രീകളോട് മോശമായി ഒരു ആൾ പെരുമാറുമ്പോൾ നിന്റെ വീട്ടിലുള്ളവരോട് അങ്ങനെയല്ലേ സാധാരണ, നിന്റെ അമ്മയും പെങ്ങളും ഇല്ലേ എന്ന് പണ്ട് കാലം മുതൽ ചോദിക്കുന്നത്. അപ്പൊ എന്നോട് മറുപടി, അമ്മയോടും പെങ്ങളോടും ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നൊരു ട്രോൾ മറുപടിയും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് മറ്റു സ്ത്രീകളോട് മോശം പെരുമാറിയാൽ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളും ഇത് അറിയണം എന്നൊരു ആറ്റിറ്റ്യൂഡ് അത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് സ്ത്രീകൾക്ക്. ഇപ്പൊ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഈ സ്ത്രീകൾക്ക് അതിനെ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. അവർ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് അത് ഇയാളുടെ ബിഹേവിയറിലുള്ള പ്രശ്നമാണ്. അതായത് സയന്റിഫിക് ആയിട്ട് കുറച്ച് വാക്കുകളൊക്കെ ചേർത്തിട്ട് അയാളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിരിക്കാം, അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തു. അത് ഇയാളുടെ വീട്ടുകാർ കാണുന്നത് വരെ ഇത് ഷെയർ ചെയ്യുക. ഇപ്പൊ ശരിക്കും അയാൾക്ക് എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ സാധാരണ ഞരമ്പ് രോഗി എന്നൊക്കെ നമ്മൾ വിളിക്കാറ് പതുക്കെ ഇങ്ങനെ പെണ്ണുങ്ങളോട് മോശമായി പെരുമാറുന്നവര്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഒരാൾക്കുണ്ട് എങ്കിൽ അതിനെ പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ നാറ്റിച്ചാൽ അയാൾ നന്നാവോ? ഇല്ല, ഒരിക്കലും ഇങ്ങനെ നാറ്റിച്ചാൽ നന്നാവില്ല. കാരണം അയാൾ ഈ രീതി നടക്കുന്ന ഒരാളായിരിക്കില്ല. അതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നതാണ് ഒരു പോയിന്റ്. വീട്ടുകാരുടെ മുന്നിൽ മര്യാദയ്ക്ക് നടക്കുന്ന ഒരാളായിരിക്കാം. പിന്നെ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ആദ്യം വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൽ ബസ്സിന്റെ സീറ്റിനെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചേക്കുന്നു, ഒരു കൈ മുകളിൽ പിടിച്ചേക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരക്കുള്ള ബസ്സിൽ പോകുമ്പോൾ അറിയാതെ തട്ടോ മുട്ടോ ഒക്കെ ചെയ്യും. സാധാരണഗതിയിൽ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത്, ഒന്ന് തട്ടോ മുട്ടോ ചെയ്യുമ്പോൾ ഇനി മോശം ഉദ്ദേശത്തിലാണ് തട്ടിയാൽ പോലും ഫസ്റ്റ് സ്ത്രീകൾ ചിന്തിക്കുന്നത് തിരക്കായതുകൊണ്ട് അറിയാതെ മുട്ടിയതായിരിക്കും എന്ന് പറഞ്ഞ് അവർ ഒരല്പം നീങ്ങി നിൽക്കും, അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. പിന്നെയും ശല്യം ചെയ്താൽ അത് മനഃപൂർവ്വമാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരാൾക്കെതിരെ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നതാണ് എന്റെ പക്ഷം. അങ്ങനല്ലേ ചെയ്യേണ്ടത്? അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇവര് ക്യാമറ ഓൺ ചെയ്ത്, ഇവർ പറയുന്നു ഇവർ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അയാൾ കണ്ടിട്ടും വീണ്ടും തട്ടുന്നു. അല്ല, ഞാൻ ചോദിക്കുന്ന ചേച്ചി, വീഡിയോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഇവർക്ക് പറയാമായിരുന്നല്ലോ, മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ അവരതിൽ പറഞ്ഞു വേറെ ഏതോ ഒരു പെൺകുട്ടിയോട് അയാൾ മുട്ടുന്നത് കണ്ടിട്ടാണ് ഇവരും അങ്ങോട്ട് മുട്ടിയതെന്ന്. എന്നിട്ട് ആ വീഡിയോയിൽ അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ആറ്റിറ്റ്യൂഡും കണ്ടാൽ ഒരു മനുഷ്യനും അയാളെ അല്ല കുറ്റം പറയുന്നത്. അയാൾ ആദ്യം ഒന്ന് തട്ടുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ ചിരിച്ചുകൊണ്ട് തട്ടടാ തട്ട് എന്ന ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് ഇവർ വീഡിയോ എടുക്കുന്നത്. അല്ല, ഇപ്പൊ നമ്മൾ ബസ്സിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളെ മോശമായ ഒരാളെ തട്ടിയാൽ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് തൊട്ടാൽ നമ്മൾ പറയണമല്ലോ, അല്ലാതെ വീഡിയോ എടുക്കുക എന്ന് പറയണമല്ലോ. അല്ല, അതല്ല അവരുടെ ലക്ഷ്യം. അവർക്കൊന്ന് പോപ്പുലർ ആണ്. മാത്രമല്ല അവർ കുറച്ച് രാഷ്ട്രീയ പിൻബലമുള്ള ഒരാൾ കൂടിയാണ്, മുസ്ലിം ലീഗിന്റെ മുൻ മെമ്പർ കൂടിയാണ്, അവര് വാർഡ് മെമ്പറാണ്. അപ്പോ ആ ഒരു ഇതുമുണ്ടല്ലോ അവർക്ക്. അപ്പൊ ആൾക്കാരുടെ ഇടയിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി, സൗപർണിക നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ സ്ത്രീകൾ അത് ഒരു എളുപ്പ വഴിയാക്കി കാണുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ചെയ്തു. പക്ഷെ മുൻപ് സവാദിന്റെ കേസിൽ ആ പെൺകുട്ടി അങ്ങനെ വീഡിയോ ചെയ്തപ്പോ അവളുടെ പഴയ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞ്
ആൾക്കാർ അവളെ നന്നായി സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് അയാൾ ജയിലിൽ പോയിട്ട് തിരികെ വരുമ്പോൾ മാല അണിഞ്ഞൊക്കെ ഇവിടെ സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നാളുകൾ കഴിയും മുന്നേ തന്നെ സെയിം കേസിൽ അയാൾ വീണ്ടും പിടിക്കപ്പെടുകയുണ്ടായി. അപ്പോ അയാളെ ആഘോഷിച്ചവരായിരുന്നു ഇവിടുത്തെ പുരുഷ സമൂഹം. അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്ത് ചെയ്താലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും എന്നൊരു സന്ദേശം അന്ന് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കേസിൽ അങ്ങനെയല്ല. ആ പെൺകുട്ടിയല്ല, ആ സ്ത്രീയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അവർ പർപ്പസ്ഫുള്ളി അത് ചെയ്യുന്നുണ്ടോ, അയാളെ ഇവർക്ക് ഈ പ്രത്യേക ഇന്റൻഷനോടുകൂടി തന്നെയാണ് ചെയ്യുന്നതെന്ന്. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നു അവരോട് മാത്രമല്ല ഈ നാട്ടിലെ സ്ത്രീകളോടും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ചിലപ്പോ അവിടെ ആ ബസ്സിലുള്ള ആൾക്കാരിൽ ഭൂരിഭാഗം പേര് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാൾ മോശമായി പെരുമാറുമ്പോൾ അയാളോട് തിരികെ തർക്കിച്ചാൽ ആ കൂടെയുള്ള യാത്രക്കാരിൽ പലരും സപ്പോർട്ട് ചെയ്യില്ല. അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, സ്ത്രീകളായിരിക്കും സപ്പോർട്ട് ചെയ്യാത്തതിൽ മിക്ക ആളുകൾ. അത് കണ്ടില്ല എന്ന മട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് പറയുന്നത്. പക്ഷെ അത് ചില സാഹചര്യങ്ങളിൽ മാത്രമല്ല. ഇപ്പോഴത്തെ കാലത്തുള്ള സ്ത്രീകൾ ആരും അങ്ങനെ അല്ല. അവരതിൽ ഇടപെടുകയും ചെയ്യും, സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. ഇങ്ങനെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ വേണ്ടി ഇതോടെയെങ്കിലും ഈ സ്ത്രീകൾ പുരുഷന്മാരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടും അവരുടെ സ്വകാര്യ ലാഭത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് റീച്ച് കൂട്ടുന്ന പരിപാടി ഒന്ന് നിർത്തിയാൽ നന്നായിരുന്നു. മുൻപ് PP ദിവ്യയുടെ കേസിൽ പറഞ്ഞത് അവർ പരസ്യമായി വന്ന് നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചിട്ട് പോയതായിരുന്നു. അവർക്ക് നവീൻ ബാബുവിനെ നിയമപരമായി നേരിടാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതിന് പകരം അവരെന്താ ചെയ്തത്? പബ്ലിക്കായിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അതേപോലെ തന്നെ ഇവിടെയും ഈ ലേഡി ചെയ്തത് എന്താ? വീഡിയോ എടുക്കുകയും അത് പരസ്യമാക്കിയും അവരുടെ വീട്ടുകാരടുത്ത് എത്തുന്നത് വരെ അത് ഷെയർ ചെയ്യണമെന്ന് ആവശ്യമില്ല. അതിന് പകരം അവർക്ക് നിയമസഹായമാണ്. അവർ നേരെ പോയി ഇവരുടെ ഒന്നും ഉദ്ദേശം എന്താണ്? ഈ പറയുന്ന പോലെ ഈ ആളെ അങ്ങ് നന്നാക്കി കളയാമെന്നല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ വെച്ച് അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടുന്നത് റീച്ച് കിട്ടുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. അവിടെ ഇപ്പൊ അയാളെ പോയി ശരിയാക്കാം അല്ലെങ്കിൽ നന്നാക്കാമെന്നൊന്നുമില്ല. സ്ത്രീകളോടുള്ള സിമ്പതിയോ അല്ല, ഇതൊന്നുമല്ല. അവർക്ക് റീച്ച് കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളത് വീഡിയോസ് കാണുമ്പോൾ, അതിന്റെ തൊട്ടടുത്ത വീഡിയോ കാണുമ്പോൾ ഇപ്പൊ അവർ ലോക്കം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഇഷ്ടംപോലെ ചെറിയ ആൾക്കാർ കൊടുക്കുന്നത് അത് അവരെ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. സ്ത്രീകളോടൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ളതിനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കാതെ അതിനെ മാന്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, പരാതി കൊടുക്കുക, അങ്ങനത്തെ കാര്യം. പിന്നെ പുരുഷന്മാരോടുള്ള ഒരു അപേക്ഷയാണ്, ഒന്നിച്ച് സ്ത്രീകൾ ഈ തിരക്കുള്ളടത്ത് സ്ത്രീകളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ തിരക്കുകളെ അവസരങ്ങളാക്കി എടുക്കാതിരിക്കുക. ഒരു അല്പനിമിഷത്തെ എന്ത് സന്തോഷമാണ് അതിൽ. മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിൽ ഇങ്ങനെ സ്പർശിക്കുമ്പോൾ കിട്ടുന്ന എന്ത് സന്തോഷമാണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ട്രെയിനിലും ബസ്സിലും ഒക്കെ സ്ത്രീകളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ വിശാലമായി മറ്റേ വീട്ടിലെ സോഫയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാതെ ഇതൊരു നമുക്ക് യാത്ര ചെയ്യുന്ന സ്ഥലമാണ്, മറ്റു സഹയാത്രികരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഒന്ന് ഒതുങ്ങിയിരുന്നു കൊടുക്കുക. നല്ല തടിയും കാണും, എന്നിട്ടാണ് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. ഇവരുടെ കൈ, ഈ ഷോൾഡർ അടുത്തിരിക്കുന്ന പെണ്ണുങ്ങളുടെ ഈ തൊണ്ട ഇവിടോട്ട് ഇങ്ങനെ ചേർത്ത് ബലം പ്രയോഗിച്ചു വെച്ചേക്കും. എന്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഞാൻ അവരോട് വഴക്കുണ്ടായിട്ട് ഒന്ന് നീങ്ങിയിരിക്കും എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് പുരുഷന്മാർ ശ്രദ്ധിക്കുക, ഇതില് നിങ്ങളെ ട്രാപ്പിലാക്കാനുള്ള ആൾക്കാരും ഉണ്ടാവും. നിങ്ങൾക്ക് നാണങ്ങൾ ഇതുവരെ ഒരുപാട് സംഭവങ്ങൾ ഇതിനോടകം വന്ന് ആരും രക്ഷിക്കാൻ വരില്ല എന്നുള്ള കാര്യങ്ങൾ. ആര് രക്ഷിക്കാൻ വന്നാലും നാറിയ തന്നെ ആ ഒരു ബോധ്യം പുരുഷന്മാർക്ക് കൂടെ ഉണ്ടായിരിക്കുക. അടുത്തുകൂടെ പോകുന്ന സ്ത്രീകളെ വെറുതെ തട്ടോമോട്ടോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. ഈ സ്ത്രീകളും മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീ സുരക്ഷയാണെന്നോ മാനം രക്ഷിക്കാനാണോ എന്ന് പറഞ്ഞ് മറ്റൊരാളെ ഇങ്ങനെ ഈ നാറ്റിക്കരുത്. മാന്യമായ രീതിയിൽ അവർ എന്തെങ്കിലും അവർക്ക് മാനസിക പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പൊ അത് മാന്യമായ ആ സമയത്ത് പ്രതികരിക്കുക, പിന്നീട് വേണമെങ്കിൽ ലീഗലി മുന്നോട്ട് പോകുക എന്നല്ലാതെ ഒരു പക്ഷെ അവർ പ്രതികരിച്ച് സ്ത്രീകളെ ആക്രമിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലേ? ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ ഫോണും വാങ്ങിച്ച് പിടിച്ചറിഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് ഓഫ് ആളാണ് അതായിരുന്നെങ്കിൽ ഫോണും പിടിച്ചു പറഞ്ഞ് ആക്രമിച്ചാൽ നമ്മൾ പറയുന്നല്ലോ കൂടെ ഉള്ളവരെല്ലാരും ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? കാരണം ഇതുപോലെ ഫേക്ക് പരാതികളും ഫേക്ക് ആരോപണങ്ങളും എല്ലാം ഒരുപാട് കണ്ട് മടുത്ത ആൾക്കാരാണ്. അല്ല, ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ബസ്സിലോ ട്രെയിനിലോ വെച്ച് ഒരാൾ മോശമായി ഇതുപോലെ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ മോശമായ ഒരു സ്ത്രീയോട് ഇടപെട്ട് കഴിഞ്ഞാൽ അവര് പറയുമ്പോ പലരും അത് വിശ്വസിക്കത്തില്ല. ഇനി വീഡിയോ എടുക്കുന്നുണ്ട്. പോക്കറ്റ് അടിയൊക്കെ നടക്കുമ്പോൾ ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുന്ന ഒരു ഏർപ്പാടുണ്ട്. അവർ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ബസ് പോലീസ് സ്റ്റേഷനിൽ വിട്ടിട്ട് എനിക്ക് പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യണമായിരുന്നു. അവരുടെ കയ്യിൽ തെളിവിരിക്കുമല്ലേ, പോലീസ് സ്റ്റേഷനിൽ പോയി നടപടി ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിരുന്നത് നീതിയും ന്യായവും ഒന്നും അല്ല, അവർക്ക് വേണ്ടിയിരുന്നത് റീച്ചായിരുന്നു. ആ റീച്ചിൽ എത്തിയത് ഒരു ചെറുപ്പക്കാരൻ പരലോകത്തെത്തി, അത്ര മാത്രമേ ഉള്ളൂ.